ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്ലോകമാണ് മനുസ്മൃതിയിലെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ. സംസ്കൃത പദത്തെ ശരിയായി മനസ്സിലാക്കാത്തതിൻ്റെ അപാകതയാണ് അതിന് കാരണം. ഭർത്താവിൻ്റെ മുൻപിൽ, ഭർത്തൃപിതാവിൻ്റെ മുൻപിൽ, ഭർത്തൃമാതാവിൻ്റെ മുൻപിൽ, ഭർത്താവിൻ്റെ മറ്റ് ബന്ധുക്കളുടെ മുന്നിൽ ചക്രവർത്തിനിയാണ് കുടുംബത്തിൽ വന്നു ചേരുന്ന സ്ത്രീ. വിപുലമായ അധികാരവും സ്വാതന്ത്ര്യവും സ്ത്രീക്കുണ്ടെന്ന് വേദങ്ങളിലും സ്മൃതികളിലും പറയുന്നു. അതിനെക്കുറിച്ച് വിവരിക്കുകയാണ് സനാതനധർമ്മത്തിൽ ഡോക്ടർ C.T. ഫ്രാൻസിസ്. ഭാരതത്തിൻ്റെ സംസ്കാരം വളരെ ഉജ്ജ്വലമായ ഒരു വൈദിക സംസ്കാരമാണ്. എന്നാൽ ഇന്ന് വളരെയേറെ ഈ സംസ്കാരം നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു. വൈദികമെന്നോ സ്മൃതിപരമെന്നോ ഒക്കെ പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വളരെ അസഹിഷ്ണുത കാണിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം വേദങ്ങളും സ്മൃതികളും. വേദങ്ങൾ ശ്രുതികളാണ്, സ്മൃതികൾ വേദങ്ങളനുസരിച്ചുള്ള ധർമ്മനിയമങ്ങളാണ്. അതിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. മനുസ്മൃതിയിൽ പറയുന്നുണ്ട് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന്. ഇത് സ്ത്രീകൾക്ക് വിരുദ്ധമായ ഒരു പ്രസ്താവനയല്ലേ എന്നാണ് അവരുടെ ചോദ്യം. എന്നാൽ സംസ്കൃതത്തിലെ പദങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു അപകടമാണ് ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. വേദങ്ങൾ പറയുന്നത് സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേനവോ ഹവിഷാ ജുഹോമി. നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തികളെല്ലാം ഒരു യജ്ഞത്തിൽ നമ്മുടെ ഹവിസ്സുകൾ സമർപ്പിക്കലാണത്രേ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഭാഗം അനുഷ്ഠിക്കുക. ഈ ലോകത്ത് എല്ലാവർക്കും സമാധാനപൂർണമായി സഹവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിചാരവികാരങ്ങളും നമ്മുടെ ചിന്താഗതികളും എല്ലാം ഒന്നാകട്ടെ എന്ന് പറയുന്ന വേദത്തെ അനുസരിച്ചാണ് സ്മൃതികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്മൃതികൾ എന്ത് ചെയ്യുന്നു? ഈ സമാധാനപൂർണമായ സഹവർത്തിത്വത്തിന് വേണ്ട വിധം എല്ലാവരുടെയും പ്രവൃത്തികളെ ഒന്ന് സംയോജിപ്പിക്കുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം കുടുംബമാണ്. അപ്പോൾ അവിടെ കുടുംബത്തെ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ വ്യവഹരിക്കണം എന്ന് പറയുകയാണ് സ്മൃതി ചെയ്യുന്നത്. അപ്പോൾ സ്മൃതി ഒരു സ്ത്രീ ഒരു കുടുംബത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? വിവാഹത്തിലൂടെയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷണയുള്ള വഹിക്കൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ആ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ടുവരുന്ന ആളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊണ്ടുവരപ്പെടുന്ന വ്യക്തിക്കാണ് എന്നതാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അരി വാങ്ങിക്കൊണ്ടുവരികയാണ്. നമ്മളെ തെരുവുനായ കടിക്കാൻ വന്ന അരി വേണമെങ്കിൽ അവിടെ ഇട്ടിട്ട് നമുക്ക് ഓടിപ്പോരാം. പത്നിയെയും കൊണ്ടുവരുമ്പോൾ അത് പറ്റില്ല. നമ്മുടെ പ്രാണൻ കൊടുത്തും പത്നിയെ നമ്മൾ സംരക്ഷിക്കും. ഭർതൃഗൃഹത്തിലേക്ക് വരുന്ന വധു ഭർത്താവിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നു. അവളാണ് കുടുംബം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യാഗൃഹത്തിൽ പോകുന്ന ഭർത്താവ് എങ്ങനെയാണ്? ഭാര്യയ്ക്ക് അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥാനമാണ് അയാൾക്ക് അവിടെ ലഭിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത, ഈ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഭർതൃഗൃഹത്തിൽ അവൾക്ക് മരണം വരെയും തുടരാം. ഭർത്താവിന് അത് പറ്റില്ല. ഒരു മുത്തശ്ശനാവുന്നത് വരെ മാത്രമേ അവിടെ തുടരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥനായിക്കൊള്ളണം. ഇങ്ങനെ എല്ലാം കൊണ്ടും വിശേഷമായിട്ടുള്ള, സാമാന്യത്തിൽ നിന്ന് വ്യത്യസ്തമായ വിശേഷമായ ഒരു കൊണ്ടുവരലാണ് വിവാഹം. ഈ വിവാഹത്തിൽ പെൺകുട്ടി എങ്ങനെയാണ് വരുന്നത്? അവളുടെ അച്ഛൻ്റെ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ടിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. വിവാഹത്തിന് ആദ്യ പടിയായിട്ടുള്ള ലാജഹോമം, മലര് ഹോമിക്കുമ്പോൾ, ആ മലര് ഹോമിക്കുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? അര്യമണം ന്നു ദേവം കന്യാ അഗ്നിമയക്ഷത സ ഇമാം ദേവോ അര്യമ പ്രേതോ മുഞ്ചാതു നാമുതഃ. ഈ അഗ്നിയിലെ ലാജം ഹോമിക്കുന്നതോടുകൂടി അച്ഛൻ്റെ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ടുപോയി. അച്ഛൻ്റെ വീട്ടിലൊരു മരണം നടന്ന പുല ആചരിക്കാൻ പോലും ആ പെൺകുട്ടി ബാധ്യസ്ഥയല്ല. അവൾ ഭർതൃഗൃഹത്തിൽ
ആണ് അവൾ. അതുകൊണ്ട് അവൾ ഒരിക്കലും ഈ ഭർതൃഗൃഹത്തിൽ നിന്ന് വിയോജിപ്പിക്കപ്പെടരുത് എന്നാണ് ആ മന്ത്രത്തിൽ പറയുന്നത്. സംരാജ്ഞി ശ്വശ്രാം ഭവ സംരാജ്ഞി ശ്വശുരേ ഭവ നനാന്തരി സംരാജ്ഞി ഭവ സംരാജ്ഞി അതിദേവൃഷു. അമ്മാനച്ഛൻ്റെ മുമ്പിൽ, അമ്മായിയമ്മയുടെ മുമ്പിൽ, ഭർത്താവിൻ്റെ സഹോദരിമാരുടെ മുമ്പിൽ, സഹോദരന്മാരുടെ മുമ്പിൽ എല്ലാം നീ ചക്രവർത്തിനിയായിരിക്കണം. അങ്ങനെ ചക്രവർത്തിനിയായിരിക്കുന്ന ആ പെൺകുട്ടിക്ക് അവിടെ വിപുലമായ അധികാരങ്ങളും ഉണ്ട്. എന്തൊക്കെ അധികാരങ്ങളാണ് അവൾക്കവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അർത്ഥാനാം വ്യയേ ചെയ്വ ഏനം നിയോജയേത്. അർത്ഥങ്ങളെ ചെലവാക്കുന്നതിലും, പണം സംഭരിച്ചു വയ്ക്കുക, പണം ചെലവാക്കുക, ധർമ്മേ ശൗചേ അന്നപക്യാം, ധർമ്മമായ കാര്യങ്ങൾ, ശുചിത്വത്തിൻ്റെ കാര്യങ്ങൾ, ഭക്ഷണപാകം ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു പദം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, പാരിണാഹ്യസ്യ വാ ഈക്ഷണേ. പാരിണാഹ്യം, പരിണാഹി എന്ന് പറഞ്ഞാൽ വിശാലമായ, വിസ്തൃതമായ എന്നർത്ഥം. വിസ്തൃതമായ സമ്പത്തിൻ്റെ ഈക്ഷണത്തിലും മേൽനോട്ടത്തിലും അവളെ നിയോഗിക്കണം. സമ്പത്തിൻ്റെ മുഴുവൻ മേൽനോട്ടം അവളുടെ ചുമതലയാണ് എന്ന് വരുമ്പോൾ അവൾ സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? കുലത്തെ വിസ്തൃതമാക്കുന്നവളാണ് അവൾ. അവളിൽ ബീജവും അണ്ഡവും യോജിച്ച് കുഞ്ഞായിത്തീരുന്ന മഹത്തായൊരു പ്രക്രിയ അവൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഈ സമ്പത്തിൻ്റെ എല്ലാം നോട്ടം അവൾക്ക് വളരെ ക്ലേശകരമായി തീരുന്നു. ഈ സമയത്ത് അവൾ തന്നെ അതെല്ലാം നോക്കുന്ന അവസ്ഥയാണ് സ്വതന്ത്രം. തന്ത്രം എന്നുള്ളത് തത്രി എന്ന പദത്തിന് കുടുംബധാരണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ തന്ത്ര്യതേ ധാര്യതേ കുടുംബം അനേന ഇത് തന്ത്രം. ഒരു കുടുംബത്തെ നിലനിർത്തുന്നതിന് വേണ്ട എല്ലാ ഉപാധികളുമാണ് തന്ത്രം. അതുകൊണ്ടാണ് ഭർത്ത രക്ഷതി യൗവനേ എന്നാണ് പറഞ്ഞത്. ആ മന്ത്രം, ആ ശ്ലോകം ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? പിതാ രക്ഷതി കൗമാരേ, ഭർത്ത രക്ഷതി യൗവനേ, സ്ഥവിരേ രക്ഷതി പുത്ര. ഒന്നും കൂടി ഉണ്ട് അതിൽ. എന്താണ്? വാർദ്ധക്യത്തിൽ പുത്രന്മാർ രക്ഷിക്കുന്നു. അതുപോലെയാണ്, അതായത് ബാല്യത്തിൽ അച്ഛൻ രക്ഷിക്കുന്നത് പോലെയും വാർദ്ധക്യത്തിൽ പുത്രന്മാർ രക്ഷിക്കുന്നത് പോലെയും യൗവനത്തിൽ ഭർത്താവ് അവൾക്ക് രക്ഷയായിട്ടുണ്ടാകണം. അതുകൊണ്ട് അവൾ സ്വതന്ത്രയായിരിക്കരുത്. അതായത് തൻ്റെ തന്നെ സംരക്ഷണോപാധികളിൽ നിൽക്കണം എന്ന് വരരുത്. അവിടെ സഹായമായി ഭർത്താവ് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വതന്ത്രം അല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? പാരതന്ത്ര്യം എന്നല്ല. ആ തന്ത്രത്തിൽ അവൾ തനിച്ചല്ല, അവൾക്ക് സഹായമായി അവളുടെ ഭർത്താവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഒരിക്കലും അവൾ തൻ്റെ മാത്രം ചുമതലയിൽ അരക്ഷിതയായതുപോലെ നിൽക്കേണ്ടി വരരുത്. എല്ലായ്പ്പോഴും അവൾക്ക് യൗവനത്തിൽ ഭർത്താവിൻ്റെ സുരക്ഷ എന്തുപോലെയാണെന്നുള്ളതാണ് വളരെ പ്രധാനം. ചെറുപ്പത്തിൽ അച്ഛൻ രക്ഷിക്കുന്നത് പോലെയും വാർദ്ധക്യത്തിൽ മക്കൾ അമ്മയെ രക്ഷിക്കുന്നത് പോലെയും. ഇത് അടക്കി ഭരണമല്ല. അവളെ അസ്വതന്ത്രയോ പരതന്ത്രയോ ആക്കി നിർത്തലല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നത് വളരെ സവിശേഷമാർന്ന ഒരു വസ്തുതയാണ്. അരക്ഷിത സ്ത്രീയോ രുദ്ധാഹ, സ്ത്രീകൾ വീടുകളിൽ രോധിക്കപ്പെട്ടാൽ അവർ രക്ഷിക്കപ്പെടുന്നില്ല. സ്വന്തം വീര്യത്താൽ രക്ഷിക്കുന്ന സ്ത്രീയാണ് സുരക്ഷിതയായിരിക്കുന്നത് എന്ന് സ്ത്രീയുടെ ശക്തിയെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു മഹാനുഭാവനാണ് മനു. അതുകൊണ്ട് മനുവിനെ ഈ പേരിൽ നിന്ദിക്കുന്നത് അപലപനീയം എന്നേ പറയാൻ കഴിയൂ.